ന്യൂസ് പുറത്തു വരികയാണ്. ഹരിയാനയിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുമായി ബിജെപി മുന്നേറുന്നു. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കോൺഗ്രസിനെ പിന്നിലാക്കി ഹരിയാനയിൽ ഇപ്പോൾ ബിജെപിയുടെ പോരാട്ടം തന്നെ നടക്കുകയാണ്. ആദ്യ ഫലങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായ സൂചനകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ബിജെപി കരുത്ത് കാട്ടുകയാണ് ഹരിയാനയിൽ. മാത്രമല്ല, എക്സിറ്റ് പോളുകളുടെ ഫലത്തിൽ അനായാസം ജയം പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിന് ഇത് ഇരുട്ടടിയാകുന്ന നിലയിലേക്ക് ബിജെപിയുടെ മുന്നേറ്റം വരികയാണ്. രാവിലെ 10 വരെയുള്ള ലീഡ് നില പുറത്തു വരുമ്പോൾ കേവല ഭൂരിപക്ഷം കടന്ന് ബിജെപി 50 എന്ന സംഖ്യയിൽ എത്തി നിൽക്കുന്നു. കോൺഗ്രസ് 35 സീറ്റിലും ലീഡ് ചെയ്യുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ബലത്തിൽ അനായാസം ജയമായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചെങ്കിൽ ഇപ്പോൾ അത് വൻ ഇരുട്ടടിയാകുന്ന തരത്തിൽ മാറിയിരിക്കുന്നു. 90 അംഗ ഹരിയാന നിയമസഭയിൽ കോൺഗ്രസിനേക്കാൾ മുന്നിൽ തന്നെയാണ് ഇപ്പോൾ ബിജെപി എത്തി നിൽക്കുന്നത്. വോട്ടെണ്ണൽ 2 മണിക്കൂർ പിന്നിടുമ്പോൾ ബിജെപി 45 സീറ്റിലും കോൺഗ്രസ് 38 സീറ്റിലുമായി മുന്നേറുന്നു. മറ്റുള്ളവർ 7 സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ്. രാവിലെ ആദ്യ ഫലങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായ സൂചനകളാണ് ലഭിച്ചതെന്നാൽ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ബിജെപി മുന്നേറുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ വരുന്നതും. മാത്രമല്ല, നേരത്തെ തന്നെ AICC ആസ്ഥാനത്ത് ഉൾപ്പെടെ പടക്കം പൊട്ടിച്ചും ലഡുവും ജിലേബിയും ഒക്കെ വിതരണം ചെയ്താണ് കോൺഗ്രസിന്റെ വിജയം ആഘോഷിച്ചെങ്കിൽ ഇപ്പോൾ ഈ ആഘോഷങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. പാട്ടും നൃത്തവും ഒക്കെ നിർത്തിവെച്ച് ബിജെപിയുടെ ഈ ഒരു പോരാട്ടം തന്നെ നോക്കി നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്നാൽ 9:30യുടെ ട്രെൻഡ് മാറുകയായിരുന്നു. ബിജെപിയും കോൺഗ്രസും ലീഡ് നിരയിൽ ഒപ്പം എത്തുകയായിരുന്നു. പിന്നാലെ കോൺഗ്രസിനെ പിന്നിലാക്കി ബിജെപി മുന്നിലേക്ക് എത്തുകയും ഇതോടെ പ്രവർത്തകരും നേതാക്കളും ആഘോഷങ്ങൾ അവസാനിപ്പിച്ച് അന്തിമ ഫലത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. അതേസമയം വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കൂടുതലും ഹരിയാനയിലും കാശ്മീരിലും കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരുന്നത്. ഇതിന്റെ ബലത്തിൽ കൂടിയായിരുന്നു കോൺഗ്രസിന്റെ ആഘോഷം. എന്നാൽ രാവിലെ മുതൽ കാത്തിരിക്കൂ എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ബിജെപി നേതാക്കളടക്കം പുറത്തുവിട്ടത്. പുറത്തുവന്ന 7 എക്സിറ്റ് പോളുകളും 55 സീറ്റോളമായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസ് പ്രവചിച്ചിരുന്നത്. എന്നാൽ ഇതിനിടയിലാണ് ബിജെപി അപ്രതീക്ഷിതമായി ഒരു മുന്നേറ്റം നടത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ബലസൂചനകൾ കോൺഗ്രസിന് അനുകൂലമായിരുന്നെങ്കിലും മോദി മാജിക് ഭരണ തുടർച്ച നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു ബിജെപി നേതൃത്വം. അത് സാധ്യമാകുന്ന കാഴ്ചയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബിജെപിയുടെ ഇപ്പോഴത്തെ ഈ ഒരു മുന്നേറ്റം കോൺഗ്രസിനെ ഇപ്പോൾ ആകെ തളർത്തി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കോൺഗ്രസ് മുന്നിലെത്തിക്കഴിഞ്ഞപ്പോൾ പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം വിളിച്ചും ദോലടിച്ചുമൊക്കെയായിരുന്നു ആഘോഷം നടത്തിയത്. എന്നാൽ പെട്ടെന്ന് തന്നെ ബിജെപി മുന്നേറുന്നത് കൊണ്ട് കോൺഗ്രസിന് തന്റെ ആഘോഷങ്ങളെല്ലാം നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും 2 മണിക്കൂർ കൂടി കാത്തിരിക്കുമ്പോൾ തന്നെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തന്നെ നമുക്കുണ്ടാകും. നിലവിലെ ഫലസൂചനകൾ അനുസരിച്ച് ബിജെപി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.